സോഷ്യൽ റിഫ്ലക്ഷൻസ്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാം. ഈ കാണുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? മീഡിയയെ പറ്റിയാണ് അല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു നിർത്തിയെന്ന്? അല്ലേ, മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അല്ലേ ഈ പറയുന്ന നമ്മുടെ റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നതിൽ, റൈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നതിലൊക്കെ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയയുമാണ് പഠിച്ചത്. മീഡിയസിന് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? പ്രിൻ്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും. ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രിൻ്റ് മീഡിയയും ബ്രോഡ്കാസ്റ്റ് മീഡിയയും കുറച്ച് പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ട്. എന്നാൽ ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും ഈ അടുത്ത കാലത്താണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ മീഡിയാസിനെ വേറൊരു രീതിയിലും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ മീഡിയ എന്നും അതുപോലെ എന്താണ് ന്യൂ മീഡിയ എന്നും രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പ്രിൻ്റ് മീഡിയയും ബ്രോഡ്കാസ്റ്റ് മീഡിയയും എന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രിൻറ്റിങ്, ന്യൂസ് പേപ്പർ, മാഗസീന്, ബുക്ക്, അതുപോലെ ടി വിയും റേഡിയോയും ഒക്കെ നമ്മൾ ട്രഡീഷണൽ എന്ന് പറയും. കാരണം ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ അത്ര ഇപ്പോൾ പ്രിൻ്റ് മീഡിയയിൽ ബ്രോഡ്കാസ്റ്റ് ഒക്കെ കുറച്ച് പുതിയതായിട്ട് വന്നതാണെങ്കിലും ബേസിക്കലി ഇപ്പോൾ നിങ്ങളൊക്കെ ജനറേഷൻ വെച്ച് നോക്കിയാൽ അതൊക്കെ എന്താണ് ട്രഡീഷണലി വന്ന കാര്യങ്ങൾ, പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റുകൾ, ഓൺലൈൻ ന്യൂസുകൾ, ബ്ലോഗുകൾ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയ നമ്മൾ ഈ അടുത്ത് വന്നിരുന്ന ഏതൊക്കെയാണ്? ഇൻസ്റ്റ, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, അല്ലേ, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തിനകത്ത് വരും? ഇതൊക്കെ വരുന്നതാണ് എന്ത്? നമ്മുടെ ന്യൂ മീഡിയക്കകത്ത് വരുന്നത്. അങ്ങനെ മീഡിയ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ പറ്റും? രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് ട്രഡീഷണൽ മീഡിയ എന്നും ന്യൂ മീഡിയ എന്നും. ട്രഡീഷണലിനകത്ത് വരുന്നതാണ് പ്രിൻറ്റും ബ്രോഡ്കാസ്റ്റും. ന്യൂ മീഡിയയിൽ വരുന്നതാണെങ്കിലോ ഡിജിറ്റൽ മീഡിയയും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ മീഡിയയും. എന്നിങ്ങനെ നമുക്ക് മീഡിയാസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. തെറ്റാണല്ലോ? ഇനി നോക്കടാ, എന്തൊക്കെയായിരിക്കും ഇവർ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം? നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു. എങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങളുടെ ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ട്രഡീഷണൽ മീഡിയ, ന്യൂ മീഡിയ വ്യത്യാസങ്ങളാണ് പറയാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ്? ന്യൂസ് പേപ്പർ ആയാലും ബുക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ടി വി ചാനലായാലും ഇതെല്ലാം എന്താണ്? വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. എന്ന് വെച്ചാൽ അവർ പറയും, നിങ്ങൾ കേൾക്കും. പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായം അങ്ങോട്ട് പറയാനുള്ള ഒരു അവസരമുണ്ടോ? ഇല്ല. കത്തൊക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ അവരുടെ ഓഫീസിലോട്ട് അറിയിക്കാം, പക്ഷേ ഉടനെ പറ്റത്തില്ലല്ലോ. സോ വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, സെൻറ്ററിൽ നിന്നും നേരെ റിസീവറിലോട്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ടു വേ എന്ന് പറയാം. കാരണം സെൻറ്ററും റിസീവറിനും പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ്, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറ്റുമല്ലോ. അതുപോലെ തന്നെ ഏതൊരു വെബ്സൈറ്റിൽ കയറിയാൽ അതിന് താഴെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളൊരു അവസരം ഉണ്ടാവും. ലൈവുകളിൽ നമുക്ക് ചാറ്റ് ചെയ്യാനും അതുപോലെ അഭിപ്രായം പറയാനും പറ്റും. സോ അതാണ് ടു വേ എന്ന് പറയുന്നത്. ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ മീഡിയ ലിമിറ്റഡ് ആണ്. എന്നാൽ മറ്റേതാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂ മീഡിയയിൽ ഇൻറ്ററാക്ഷനും പാർട്ടിസിപ്പേഷൻ്റെ അളവ് കൂടുതലാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫിസിക്കലി ഉള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ട്രഡീഷണലിനകത്ത് വരുന്നത്. അതായത് ഒന്നുകിൽ ഒരു പുസ്തകം വേണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വേണം, അല്ലെങ്കിൽ ടി വി എങ്കിലും നമുക്ക് മിനിമം വേണം. ഓക്കെ, റേഡിയോ വേണം. എന്നാൽ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഉള്ള ഡിവൈസിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും അല്ലേ? അതായത് ഇപ്പോൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു സാധനം വേണ്ട. ഇപ്പോൾ ടി വി കാണണമെങ്കിൽ നമുക്ക് ടി വി വേണം, അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനം കൊണ്ട് പറ്റത്തില്ല. പക്ഷേ നമുക്കൊരു മൊബൈൽ എന്ന് പറയുന്ന ഒരു ഒറ്റ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ ഫോമാണ്. മറ്റേതാണെങ്കിൽ എന്താണ്? ഡിജിറ്റൽ ഫോമാണ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ന്യൂസ് പേപ്പറും ബുക്കുകൾക്കുമാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത് വരുന്നതാണ് എന്ത്? പാർട്ടിസിപ്പൻസ് അല്ലേ? പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുക്ക് അത് വായിക്കുന്ന ആൾക്ക് മാത്രമേ അറിവ് കിട്ടുകയുള്ളൂ. ടി വി ചാനൽ ഒരു 5 പേർക്ക് 10 പേർക്ക് അല്ലേ കാണാൻ പറ്റുള്ളൂ ഒരേ സമയം. പക്ഷേ ഈ പറയുന്ന നമ്മുടെ എന്തായിരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്തായിരിക്കും? ക്രിയേറ്റീവും അതുപോലെ എന്താണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ റെസിപ്പിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. അത് തന്നെയാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. അവൈലബിലിറ്റി അല്ലേ? റെസ്ട്രിക്റ്റഡ് ബൈ ടൈം ആൻഡ് പ്ലേസ് അല്ലേ? ഇത് എല്ലായ്പ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആണോ? അല്ല. എന്നാൽ നമ്മുടെ പുതിയ മീഡിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്ലോബലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ടി വി ചാനൽ, ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, ഇൻ്റർനെറ്റ് വഴിയുള്ള ടി വി ചാനലൊക്കെ ഏതിനകത്ത് വരും? അതൊക്കെ ന്യൂ മീഡിയക്കകത്ത് വരും. അതായത് യൂട്യൂബിലും നമുക്ക് ന്യൂസ് ചാനൽ കിട്ടും. അതൊക്കെ ന്യൂ മീഡിയ വന്നതുകൊണ്ട് വന്നതാണ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ ആൻറ്റിന വെച്ചിട്ടോ ഡിഷ് ടി വി വെച്ചിട്ടോ ഡിഷ് ടി വി അല്ല ഡിഷ് ആൻറ്റിനെ വെച്ചിട്ടോ എടുക്കുന്ന പണ്ടത്തെ പരിപാടി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഡിലേഡ് ആയിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ല, കത്തൊക്കെ എഴുതി അയക്കുമ്പോൾ സമയമെടുക്കും. ഇതാണെങ്കിലോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും. കോസ്റ്റ് ആണെങ്കിലോ കൂടുതലാണ് അല്ലേ? നമുക്ക് ആലോചിക്കും, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയുന്നു. എനിക്ക് വലിയ ചിലവൊന്നുമില്ല അല്ലേ? എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ചെയ്യും. പക്ഷേ എനിക്ക് ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ തുടങ്ങാൻ പറ്റുമോ? ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ ഒരുപാട് പണച്ചിലവുണ്ടാവും. സ്പീഡ് ഓഫ് അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആണെന്ത്? നമ്മുടെ ട്രഡീഷണൽ മീഡിയ. എന്നാൽ റിയൽ ടൈം അല്ലെങ്കിൽ കണ്ടിന്യൂസ് അപ്ഡേറ്റ് കൊടുക്കാൻ നമുക്ക് ഇവിടെ പറ്റും? സോഷ്യൽ മീഡിയയിൽ പറ്റും അല്ലെ? ഒരു വാർത്തയിൽ ഒരു മാറ്റം വന്നു, പുതിയൊരു കാര്യം നടന്നു, ടക്ക് ടക്ക് ടക്ക്
ക്ലിക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ? നമ്മൾ ഈ പറയുന്ന ന്യൂ മീഡിയയിൽ. പക്ഷേ ട്രഡീഷണൽ മീഡിയയിലാണെങ്കിലോ അത് പോസിബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൽ അവൈലബിലിറ്റി വരെയുള്ള സാധനങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഫീഡ്ബാക്ക്, കോസ്റ്റ്, സ്പീഡ് ഓഫ് അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? എഴുതി ചേർക്കാവുന്നത് ആണ്. മനസ്സിലാവുമല്ലോ? അപ്പോൾ പ്രിൻ്റ്, അതായത് നമ്മുടെ ന്യൂസ് പേപ്പർ, പുസ്തകങ്ങൾ, അതുപോലെ പണ്ടത്തെ TV ചാനൽ പരിപാടികളൊക്കെ ട്രഡീഷണൽ. എന്നാൽ ഈ അടുത്ത് വന്നേക്കുന്നത് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ മീഡിയ ആയിട്ടും വിളിക്കാം. സെറ്റല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഗുണങ്ങളും ഉണ്ട്, ഒരുപാട് ദോഷങ്ങളും ഉണ്ട് അല്ലേ? മീഡിയ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ബൈ ഇൻഫ്ലുവൻസിങ് പബ്ലിക് ഒപ്പീനിയൻ, സോഷ്യൽ നോംസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. ഈ പറഞ്ഞ നമ്മളെ പൊതുവായിട്ടുള്ള അഭിപ്രായത്തെ ആയിക്കോട്ടെ, നമ്മുടെ സാമൂഹികമായിട്ടുള്ള ആചാരങ്ങൾ, അങ്ങനത്തെ നാട്ടു നടപ്പുകൾ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ട്രഡീഷണൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ എന്താണ് ന്യൂ മീഡിയയ്ക്കും ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഹവർ അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ് സച്ച് ഇൻറ്ററാക്ഷൻസ് ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻസ് അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഓടിയെത്താൻ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടാവുമോ? നിങ്ങളുടെ ആക്ച്വൽ ഫ്രണ്ട് ഉണ്ടാവുമോ? ആക്ച്വൽ കൂട്ടുകാരനെ കാണത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഈ പറയുന്നത്. ഓക്കെ, ഓൾദോ ദ സോഷ്യൽ മീഡിയ ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ഇൻറ്ററാക്ഷൻസ്, ദേ ഫെയിൽ ടു എൻഗേജ് ഇൻ മീനിങ് ഫുൾ ആൻഡ് സസ്റ്റൈൻഡ് റിലേഷൻഷിപ്പ്. അല്ലേ? ഇപ്പോൾ നിങ്ങൾ പറയാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ പലവന്മാർ ലൈൻ അടിക്കാറൊക്കെ ഉണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. എടാ, നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് ഒരു ഫോൺ വിളിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്താൽ കിട്ടുമോ? ഇല്ല അല്ലേ? എടാ പോടാന്ന് നമ്മൾ കളിക്കും പോടാന്ന് പറയും, ദേഷ്യത്തിലും പോടാന്ന് പറയും. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്തടിക്കുമ്പോൾ PODA എന്ന് കണ്ടാൽ അവൻ്റെ മോഡിനനുസരിച്ചായിരിക്കും അത് വായിക്കുന്നത്. ഇത് പലപ്പോഴും ഈ പറയുന്ന മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ചില മെസ്സേജിലൊക്കെ നമ്മൾ അയക്കുമ്പോൾ എന്ത് പറ്റും? അർത്ഥം മാറിപ്പോവും. ഓക്കെ, അത് ആളുടെ മൂഡ് അനുസരിച്ച് എന്ത് ചെയ്യും? മാറും. നമ്മൾ നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് ഒരുത്തന്നെ മുഖം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അറിയാം. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? സോഷ്യൽ മീഡിയ നല്ലത് തന്നെ, പക്ഷെ എന്നും പറഞ്ഞ് അതിന് മാത്രം ആവരുത്. അതായത് നമുക്ക് പുറത്തിറങ്ങി കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ വേണം അല്ലേ? നമുക്ക് എന്ത് റിലേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം ഈ മീഡിയക്കകത്ത്, ഈ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം, മനുഷ്യരുമായിട്ട് സംസാരിക്കണം. ആ കമ്മ്യൂണിക്കേഷനാണ് ഇതെല്ലാത്തിനേക്കാളും വലുത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചു. ഇനി നിങ്ങൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫൈൻഡ് ആൻഡ് ആഡ് മോർ പ്രോബ്ലം ദാറ്റ് എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്രിയേറ്റ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം അല്ലേ? സോഷ്യൽ മീഡിയയിൽ എക്സസീവ് ആയിട്ടുള്ള യൂസ് ഏതാണ്? പ്രധാനമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റ ആയിരിക്കും അല്ലേ? ഞങ്ങൾ പോലത്തെ ഈ പഴയ കുറച്ച് ആൾക്കാർ ഇപ്പോഴും FBയിൽ കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ യൂട്യൂബ്, അതൊന്നും നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ കുഴപ്പമുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ അഡ്വേഴ്സ്ലി അഫക്ട് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ദെയർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് അല്ലേ? ലേണിംഗ് ഡിസോർഡർ, ലേണിംഗ് ഡിഫിക്കൽട്ടി, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏത് മൊബൈൽ ഫോൺ, എന്ത് സാധനം അധികമായി ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊരു അറ്റൻഷൻ കുറവുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഒരു 10 മിനിറ്റിന് മുകളിൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചിരിക്കാൻ ഒരിക്കലും ഇപ്പോൾ പറ്റുന്നില്ല. അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. പണ്ടൊക്കെ പറയും 20 മിനിറ്റോളം നമുക്ക് ഒരു കാര്യത്തെ പറ്റി പഠിക്കാൻ നല്ല അറ്റൻഷൻ കിട്ടുമെന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ മാക്സിമം ഷോർട്ടാക്കി ഇടുന്നത് അതുകൊണ്ടാണ്. ഒരു 10 മിനിറ്റിന് മുകളിലുള്ള ക്ലാസ്സസ് ഒന്നും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധയോടെ പല കുട്ടികളും കാണാറില്ല. ഒരു 20% കുട്ടികൾ കണ്ടാലായി. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ലേണിംഗ് സ്കില്ലിനെ നന്നായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, നമ്മൾ ഡോപ്പാമിൻ റഷ് എന്നൊക്കെ പറയും, അത് നമ്മളെ ഈ ആവശ്യമില്ലാത്ത സുഖം അല്ലെങ്കിൽ സന്തോഷം കൂടിയാലും കുഴപ്പമെന്ന് പറയുന്ന പോലെ എക്സസീവ് യൂസ് ഓഫ് മീഡിയ ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഇൻ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ? ഒരു പൊതുസ്ഥലത്ത് പോയാൽ ഇന്ന് ആരൊക്കെ പരസ്പരം മൂത്തോക്കി സംസാരിക്കുന്ന ആരുമില്ല അല്ലേ? വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ എടുക്കുന്നു, സ്ക്രോളിങ് അല്ലേ? ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ കുട്ടികൾ തന്നെ തിരിച്ചറിയും ഈ പറയുന്ന കാര്യം അത്ര നല്ലതല്ല. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അതൊരു വെർച്വൽ വേൾഡ് ആണല്ലേ? അത് നമ്മൾ റിയൽ വേൾഡുമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലേ? അവിടെ നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ടായിരിക്കും, കൂട്ടുകാരാവുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയുന്ന ഞാൻ ഈ അടുത്ത് കണ്ടൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത് നമ്മളുമായിട്ട് ഒരു റിലവൻറ്റും അല്ലാത്ത കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ചിലപ്പോഴൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പത്രത്തിൽ വന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എന്താണ് വാർത്തകളിൽ കാണുന്ന, അല്ലെ നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റാ ഫീഡ്സിലും റീൽസിലും ഒക്കെ കാണുന്ന പല കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നമ്മുടെ ജീവിതമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു ബന്ധമില്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ? ഇപ്പോൾ തന്നെ മീനിങ് ഫുൾ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ആക്കും. ഇതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാനത് കൊടുത്തിട്ടുണ്ട്. ഒന്നപ്പോൾ എന്താണ്,
നമ്മുടെ ലേണിംഗ് സ്കില്ലിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇഷ്യൂസിന് കാരണമുണ്ടാവും. കാരണം ഈ ഫോൺ നോക്കി 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 കണ്ണ് പോവും, കഴുത്ത് പോവും, നടുവേദന ഉണ്ടാവും. അതങ്ങനെ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ആവശ്യമില്ലാത്ത സ്ട്രെസ്സ്, ആങ്സൈറ്റി അല്ലേ? ഇപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ പുതിയ സംഭവമാണ്. പുതിയതൊന്നുമല്ല, ഡിപ്രഷൻ സീരിയസ് കേസാണ്. പക്ഷേ ഒന്ന് പറഞ്ഞ രണ്ടിനൊക്കെ ഡിപ്രഷൻ ഇപ്പോൾ പിള്ളേർക്ക് ഉണ്ടാവുന്നുണ്ട്. ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഇൻ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലേ? നമുക്ക് റിലേഷൻസ് മോശമാവും. അതായത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനടുത്തും അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പിള്ളേർക്ക് സമയമില്ല, അല്ലെ പിള്ളേരുടെ സംസാരിക്കാൻ അച്ഛനും അമ്മയ്ക്കും എന്താണ് സമയമില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയുടെ പുറകെയാണ്. അതായത് നമ്മുടെ നാട്ടിലില്ലാത്ത, നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുത്തൻ്റെ ഉണ്ടോ ഉറങ്ങിയോ അവൻ അല്ലേ ബാത്റൂമിൽ പോയോ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. വല്ലവൻ്റെ വ്ളോഗ് കാണാൻ നമ്മൾ ഒരുപാട് സമയം ചിലവാക്കും. പക്ഷേ സ്വന്തം വീട്ടുകാർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാൻ മനസ്സ് കാണിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, ഞാൻ കൂടുതൽ മറ്റേ പ്രസംഗത്തിലോട്ടൊന്നും പോകുന്നില്ല. പ്രൊമോട്ട് അഡിക്ഷൻ അല്ലേ? അഡിക്ഷൻ അതിൻ്റെ ടൈം വേസ്റ്റേജ്. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ എന്ത് ചെയ്യാണ് പോവുകയാണ്. ചുമ്മാ ഇത് കാണുമ്പോൾ വല്ലവൻ്റെ ലൈഫ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആവശ്യമില്ലാത്ത സന്തോഷം അത്ര നല്ലതല്ല. ഓക്കെ, ലെൻസ് ടു സൈബർ ബുള്ളിങ്, ട്രോളിങ് ആൻഡ് പ്രൈവസി റിസ്ക്. ബുള്ളിങ് അല്ലേ? നിങ്ങൾ തന്നെ പലവനെ കമൻറ്റ് കയറി ആവശ്യമില്ലാത്ത പലവൻ്റെയും വീഡിയോയിൽ കയറി കമൻറ്റ് ചെയ്യാറില്ലേ? അവൻ്റെ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ കുറ്റം പറയാറില്ലേ? ബിഗ് ബോസിനെ പറ്റി സംസാരിക്കാറില്ലേ? ഈ ബിഗ് ബോസ് നമുക്ക് ആവശ്യമുള്ള സാധനമാണോ? അല്ല. ബിഗ് ബോസിൽ അവിടെ ഇപ്പോൾ ആരൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും ആരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി ഫാൻ പേജ് ഉണ്ടാക്കുന്നു, അവർക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നു, ആർമി ഉണ്ടാക്കുന്നു. നിങ്ങളുടെ സമയമാണ് ചുമ്മാ പോകുന്നത്. എൻകറേജ് സൂപ്പർഫിഷ്യൽ ഇൻറ്ററാക്ഷൻസ് ഓവർ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് അല്ലേ? ഒക്കെ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ആവശ്യമില്ലാത്ത ദൂരെയുള്ള നമുക്കൊരു പരിചയമില്ലാത്ത ആളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, അവരെ പറ്റി അന്വേഷിക്കുന്നു. എക്സ്പോഷർ ടു മിസ് ഇൻഫർമേഷൻസ് ആൻഡ് ഫേക്ക് ന്യൂസ്, ആവശ്യമില്ലാത്ത ന്യൂസസ്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് പ്രായം കൂടിയവരെല്ലാം കാണുന്നത് അല്ലേ? നിങ്ങളുടെ അച്ഛനും അല്ലെങ്കിൽ അച്ഛനൊക്കെ എന്ന് പറയുമ്പോൾ അത്ര പ്രായമുള്ളവരാകത്തില്ല, എന്നാലും ഒരു മാമന്മാർ അപ്പൂപ്പന്മാരൊക്കെ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഫേക്ക് ന്യൂസ് പൊക്കിക്കൊണ്ടുവരും അല്ലേ? രാവിലെ 2 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് അമേരിക്കയിലെ ഇന്ന യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി കണ്ടു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാറില്ലേ? എൻ്റെ വീട്ടിലുണ്ട്, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവരെൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നിങ്ങളിത് ഫില്ല് ചെയ്തോളണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി സിമ്പിൾ ഒരു ടോപ്പിക്കാണ്, ഒരു 5-10 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇമ്പാക്റ്റ് ഓഫ് മീഡിയ ഓൺ സോഷ്യൽ ലൈഫ്. നമ്മുടെ സോഷ്യൽ ലൈഫിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ മീഡിയയ്ക്ക് എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? ഒരു 4 ഇമ്പാക്റ്റുകളാണ്, 5 എണ്ണം പഠിക്കാനുണ്ട്. ഒന്ന്, മീഡിയ ആൻഡ് സോഷ്യലൈസേഷൻ. എന്തുവാണ് സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം അവർ എൻവയോൺമെൻറ്റ്, ഹൗ ടു ലീവ് ആൻഡ് ബിഹേവ് ഇൻ സൊസൈറ്റി ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർ, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മീഡിയ, ഇവരൊക്കെ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ എങ്ങനെയുള്ള ഒരാളായിട്ട് മാറണം, നമ്മുടെ ചിന്താ രീതി എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ പറയുന്ന ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? പണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു കുട്ടി കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു. മൗഗ്ലിയുടെ കഥ പറയുന്നതല്ല, മൗഗ്ലിയെ പറ്റി അറിയാമല്ലോ അല്ലേ? അതുപോലെ യഥാർത്ഥത്തിൽ ഒരാളുണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മീഡിയയിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. ഫേക്ക് ന്യൂസ് അല്ല, ഒറിജിനലാണ്. അപ്പോൾ മനുഷ്യൻ വളർത്തിയ കുട്ടി സംസാരിക്കുമ്പോൾ മൃഗങ്ങളുടെ കൂടെ വളരുന്ന കുട്ടി 4 കാലിൽ നടക്കും. എന്തുകൊണ്ടാണ്? 2 മനുഷ്യനാണ്. പക്ഷെ നമ്മൾ കണ്ടുപഠിച്ചതേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇതിനാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മളെങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൽ മീഡിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കേൾക്കുന്ന കഥകൾ, വായിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന മോറൽ ലെസൺസ്, എങ്ങനെ പെരുമാറണം, അനുകമ്പയോടെ പെരുമാറണോ, അതോ ബുള്ളിങ് ചെയ്യണോ, അല്ലെ ഒരുത്തരുടെ ദേഷ്യം വന്നാൽ പിടിച്ച് ഞാൻ ഇടി കൊടുക്കണോ, അതോ അവരുടെ സ്നേഹത്തിൽ സംസാരിച്ച് തീർക്കണോ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ വാല്യൂസ്, അതുപോലെ നമ്മൾ എന്തിലാണ് എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നത്, ഇതൊക്കെ നമ്മുടെ ചുറ്റും തീരുമാനിക്കുന്നതിൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന കഥകളും അതുപോലെ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ നന്മ നിറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടാവും. അതിനി പറയുന്ന തിന്മയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തിന്മയുണ്ടാവും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എലോങ് വിത്ത് ഫാമിലി, സ്കൂൾ ആൻഡ് ഫ്രണ്ട്സ് അല്ലേ? വീട്ടുകാരെയും സ്കൂളിൻ്റെയും കൂട്ടുകാരെയും പോലെ നിങ്ങളെ ഈ പറയുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എങ്ങനെ ആകണമെന്നതിൽ തീരുമാനിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക് ആർക്കുണ്ട്? മീഡിയയ്ക്ക് ഉണ്ട്. ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. നിങ്ങളുടെ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് തീരുമാനിക്കും. നിങ്ങളുടെ സോഷ്യൽ വാല്യൂസും നോംസും ഒക്കെ തീരുമാനിക്കുന്നതിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്താ സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം അവർ എൻവയോൺമെൻറ്റ്. ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന സ്കൂള്, അതുപോലെ ഫാമിലി, ഫ്രണ്ട്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയയും കൂടെ ചേർന്നിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാമല്ലോ, നമ്മുടെ സോഷ്യൽ ലൈഫിൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ സോഷ്യലൈസേഷൻ സ്കിൽ എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നത് മീഡിയയാണ്. നാട്ടിൻപുറത്തുള്ള ആൾക്കാർ നല്ല രീതിയിൽ സംസാരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മനസ്സ് തുറന്ന് സംസാരിക്കും. എന്തുകൊണ്ടാണ്? അവർ കുട്ടിക്കാലം തൊട്ട് അതിന് പ്രേരിപ്പിക്കുന്നവരാണ്. എന്നാൽ സിറ്റിക്കകത്തൊക്കെ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, ബട്ട് സിറ്റിയിൽ ഈ പറയുന്ന ഒരു കൾച്ചർ അനുസരിച്ച് നമുക്ക് തൊട്ടടുത്ത അയൽവക്കത്ത് ഉള്ള ആളെ പോലും അറിയില്ല അല്ലെ? പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. ഇനി മീഡിയ
അതിൻ്റെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. പബ്ലിക് ഒപ്പീനിയൻ്റെ ഫോർമേഷനിൽ മീഡിയയ്ക്ക് സ്വാധീനമുണ്ട്. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായത്തിനാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ഇഷ്യൂവിലുള്ള ഒരു അഭിപ്രായമായിരിക്കാം, രാഷ്ട്രീയ അഭിപ്രായമായിരിക്കാം, കൾച്ചറുമായി ബന്ധപ്പെട്ടതായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ സർക്കാരിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വേണമെങ്കിലും ആകാം. നമ്മൾ ഓരോ നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോഴും അതിന് മുമ്പ് എന്ത് ചെയ്യാറുണ്ട്? പബ്ലിക് ഒപ്പീനിയൻ തേടാറുണ്ട്. പല മാർഗങ്ങളിലൂടെ തേടും അല്ലേ? നിങ്ങൾ ഈ പറയുന്ന സർവേകൾ അല്ലേ, സർവേകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ തേടുന്നതിൻ്റെ ഒരു മാർഗ്ഗമാണ്. വീടുകളിൽ ചെന്ന് സർവേ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സർവേ നടത്താറുണ്ട്. അതുപോലെ നമ്മുടെ ഒപ്പീനിയൻ പറയാനായിട്ടുള്ള അവസരങ്ങളുണ്ട്, അതായത് യോഗങ്ങൾ വിളിച്ചു ചേർക്കുക, അങ്ങനെയൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ നടത്തുന്നത്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ മീഡിയ ആയിട്ടുള്ള സ്വാധീനം. അപ്പം നമ്മുടെ മീഡിയയിൽ ഇപ്പോൾ നമ്മളൊരു ഡെമോക്രസി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ? ജനങ്ങൾ അവരിൽ നിന്നൊരാളെ അവരുടെ അധികാരിയായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനാണല്ലോ നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെമോക്രസിയിൽ പബ്ലിക് ഒപ്പീനിയൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിൽ മീഡിയയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഇലക്ഷന് തൊട്ട് മുന്നേ ആയിട്ട്, ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും അല്ലേ? LDF വരും, എല്ലാം ശരിയാവും, മാറ്റത്തിന് വേണ്ടി BJPക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷന് മുന്നായിട്ട് നമ്മൾ മീഡിയയിൽ മൊത്തം പരസ്യം കാണാറുണ്ടല്ലോ. എന്തിനാണ് ഈ പരസ്യം വരുന്നത് അല്ലേ? ലോട്ടറിക്ക് വേണ്ടി. ഓരോ പാർട്ടിക്കാരും ഇലക്ഷൻസിന് മുമ്പായിട്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് പരസ്യങ്ങൾ ഇടുന്ന എന്തിനാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അത് കണ്ട് നിങ്ങൾക്കുള്ളിൽ ആ പാർട്ടിയോട് ഒരു ചായ്വ് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പബ്ലിക് ഒപ്പീനിയൻ ആണല്ലോ വോട്ടുകളിലൂടെയായിട്ട് മാറുന്നത്. അപ്പോൾ അതെങ്ങനെ വരണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാക്ക് പറയല്ലോ, PR എന്നൊരു വാക്ക് പറയും, കേട്ടിട്ടുണ്ടോ? PR ടീം. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, ഇവർക്കൊക്കെ സ്വന്തമായിട്ട് PR ടീമുകളുണ്ട്, കേട്ടിട്ടുണ്ടോ? അതായത് ഇവർ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെ ഇപ്പോൾ ഒരാൾ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, അതുപോലെ സംഘശക്തി എന്ന് പറഞ്ഞിട്ട് BJPക്കുണ്ട്, കോൺഗ്രസ്സിന് ഏതൊക്കെയുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പാർട്ടിയെ ബൂസ്റ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. എന്തിനാ? നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാൻ. സോ പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഫോംഡ് ത്രൂ ദ മീഡിയ ഡ്യൂറിങ് ഇലക്ഷൻസ് ആൻഡ് ഫോറിൻ പോളിസി ഡെലിബറേഷൻസ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അനുകൂലിച്ചു. നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാൾപേപ്പർ മാറ്റി കറുത്ത വാൾപേപ്പർ ഇടുന്നു. നിങ്ങൾ ചെയ്യുന്നതല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ഒപ്പീനിയൻ ആരെയൊക്കെ അറിയിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ ഇതിലൂടെ. #കൾ ഇടയ്ക്ക് കുറേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിനൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ലതും ചീത്തയും വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം അല്ലേ? ബയാസ്ഡ് ആകാനുണ്ട്. ഇത് എന്ത് ചെയ്യാറുണ്ട്? ബയാസ്ഡ്, അതായത് പെയ്ഡ് ന്യൂസുകൾ അല്ലേ, ഇല്ലാത്ത കള്ളങ്ങളൊക്കെ ഒരുപാട് മീഡിയ എന്ന് പറഞ്ഞാലേ പകുതി കള്ളന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇന്നാക്യുറേറ്റും അൺക്ലിയറുമായിട്ടും ഫാൾസായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മീഡിയകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ COVID-19 സമയത്ത് ഫേക്ക് സ്റ്റേറ്റ്മെൻറ്റും വാർത്തകളും കൊടുത്തവന്മാരൊക്കെ പിടിച്ച് അകത്തിട്ടതൊക്കെ നിങ്ങൾക്ക് അറിയാവൂ. നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് 2000 അനുസരിച്ച് നമ്മൾ മനഃപൂർവ്വം തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പണിഷബിൾ ആണ്. സോ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി, അത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അത് കള്ളമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാതെങ്കിലും മിനിമം ഇരിക്കുക. സോ പ്രത്യേകിച്ച് ഇതുപോലെ എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുത്. എത്രയേ ഉള്ളൂ. തെറ്റാണ്. അപ്പോൾ ഡിജിറ്റൽ ടൂൾസ് സച്ച് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ് ആൻഡ് ഓൺലൈൻ ക്യാമ്പയിൻസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ബ്രിങ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇൻ പബ്ലിക്. ഇനി ഇത് മറ്റൊരു ഗുണം. ഞാൻ പറഞ്ഞ #കളുടെ പരിപാടിയാണ് പറഞ്ഞേക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറമേ കൊണ്ടുവരാൻ. അതും പബ്ലിക് ഒപ്പീനിയൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മളടുത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വരുന്നു, അത് മാലിന്യം തള്ളുന്നു, അത് പുറം ലോകത്ത് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീഡിയയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പല പ്രശ്നങ്ങളും നാട്ടിലുള്ളത് നമ്മൾ പുറം ലോകം അറിയുന്ന എപ്പോഴാണ്? അത് വാർത്തയിൽ വരുമ്പോഴാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയ അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. #കൾ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. മീഡിയ ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി, ഇലക്ഷൻസ് ആൻഡ് പോളിസി മേക്കിംഗ്. മീഡിയ ആക്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ഫോമിങ് പബ്ലിക് ഒപ്പീനിയൻ അല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കാനും തോക്കാനും പോലും, രാജ്യം ഭരിക്കണം തീരുമാനിക്കാൻ പോലും ഈ പറയുന്ന മീഡിയകളുടെ ഇൻഫ്ലുവൻസിന് സാധിക്കും. എന്നാൽ ഇതിനിടയ്ക്ക് സ്പ്രെഡായിട്ടുള്ള ഫാൾസ് ന്യൂസുകൾ വരുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസാകും. ഇനി മീഡിയ ക്യാമ്പയിനുകൾ പബ്ലിക് ഒപ്പീനിയന് കാരണമായിട്ട് മാറുന്നു. ഇനി കൺസംഷൻ ബിഹേവിയർ മീഡിയയും തമ്മിലുള്ള ബന്ധം വളരെ സിമ്പിളാണ്. ഈ പറയുന്ന പരസ്യം അല്ലേ, ഓണം, വിഷു, അതുപോലെ ക്രിസ്മസ്, ബക്രീദ്, ഇത് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. ഈ പരസ്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് നമ്മൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങാറുമുണ്ട് ഇല്ലേ?
കണ്ടോ 5000+ ഒഴിവുകൾ. ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു ജോലി നോക്കി നടക്കുന്ന ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? ചാടി കയറി അത് വായിക്കും, അല്ലെങ്കിൽ അത് വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന കാര്യം തീരുമാനിക്കാൻ മീഡിയയ്ക്ക് സ്വാധീനമുണ്ട്, അല്ലേ? നമ്മൾ മീഡിയയിൽ കാണുന്ന പരസ്യം കാണുന്ന ഒരു സാധനം കടയിൽ കണ്ടാൽ അത് വാങ്ങി ഉപയോഗിക്കാൻ നമുക്ക് നാച്ചുറലായ ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ പോയിൻ്റാണ്, കൂടുതൽ വിശദീകരിക്കാനൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ്, ഫുഡ് ഷോ, അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും? കൺസ്യൂമർ ഹാബിറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. മീഡിയ ഡ്രൈവ് ഗ്ലോബൽ എക്കോണമി, അല്ലേ? പരസ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് അത്രത്തോളം വലുതാണ്. അത് നമ്മുടെ എന്താണ് കൺസ്യൂമറിസത്തിനെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. നമ്മൾ 10 കൊല്ലം മുന്നേ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളല്ല നമ്മൾ ഇന്ന് വാങ്ങുന്നത്, അല്ലേ? മീഡിയകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ഓയിലായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലാണ് പണ്ട് തൊട്ട് യൂസ് ചെയ്തത്. എന്നാൽ സൺഫ്ലവർ ഓയിൽ ഹാർട്ടിന് നല്ലതാണെന്ന് പറഞ്ഞ് കുറച്ച് പരസ്യം വന്നപ്പോൾ നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം അന്വേഷിക്കാതെ എന്ത് ചെയ്യും? പോയി സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കും, അല്ലേ? ഷുഗർ ഇല്ലാത്ത പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചസാര മാർക്കറ്റിൽ വന്നാൽ ഷുഗർ പേഷ്യൻറ്റുകൾ എന്ത് ചെയ്യും? അത് പോയി വാങ്ങിക്കും. സോ നമ്മുടെ ബിഹേവിയർ നമ്മൾ എന്ത് വാങ്ങണം എന്നതിന് തീരുമാനിക്കും. ഇനി സ്റ്റീരിയോ ടൈപ്പുകൾ. എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ജനറലൈസ്ഡ് ബിലീഫ് എബൌട്ട് എ റേസ്, ജെൻഡർ, കൾച്ചർ, കളർ എക്സെട്ര ഈസ് കോൾഡ് സ്റ്റീരിയോ ടൈപ്പ്. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഞാൻ പറയുകയാണ് ഇപ്പോൾ എന്താ പറയുന്നത്, ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് വിവരമില്ല, അവർക്ക് ടെക്നോളജിയെ പറ്റി അറിയില്ല എന്ന് ഞാൻ ജനറൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതെന്താണ്? അതൊരു സ്റ്റീരിയോ ടൈപ്പാണ്. സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അവർക്ക് വണ്ടി ഓടിക്കുന്നതിൽ അവർ വീക്കാണ്, അവർക്ക് ശക്തിയില്ല, അവർ ആരോഗ്യം കുറഞ്ഞവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് സ്റ്റീരിയോ ടൈപ്പ്. ആൺകുട്ടികൾ എല്ലാവർക്കും പിങ്ക് നിറം ഇഷ്ടപ്പെടാൻ പാടില്ല, പെൺകുട്ടികളുടെ നിറമാണ് പിങ്ക് നിറം എന്ന് പറഞ്ഞാൽ അത് സ്റ്റീരിയോ ടൈപ്പ്. അങ്ങനെ ഇന്ന ജാതിക്കാർ ഇന്നത് ചെയ്യണം, ഇന്ന മതക്കാർ ഇന്നത് ചെയ്യണം, ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റേസിനെ പറ്റിയിട്ടോ ജെൻഡറിനെ പറ്റിയിട്ടോ കൾച്ചറിനെ പറ്റിയിട്ടോ നിറത്തെ പറ്റിയിട്ടോ ഒക്കെ ഒരു ജനറലൈസ്ഡ് ബിലീഫ് എന്ന് വെച്ചാൽ നമുക്കതിനെപ്പറ്റി ശാസ്ത്രീയമായ ഒരു അറിവും ഇല്ലെങ്കിൽ കേട്ട് കേൾവികൾ വെച്ച് നമ്മൾ അങ്ങ് വിശ്വസിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ അടുത്ത് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട ഒരാൾ വന്ന് നിന്നാൽ അയാൾ ചിലപ്പോൾ പിള്ളേർ പിടുത്തക്കാരനാണോ, കള്ളനാണോ, അല്ലെങ്കിൽ ഭിക്ഷക്കാരനാണോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. ആ തോന്നലിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ബിലീഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു മോഷണം നടന്നു, ഇത്തരത്തിലൊരാൾ നിങ്ങളുടെ കൂടെ ഇരുന്നാൽ നിങ്ങൾ അയാളെ കൂടുതൽ സംശയിക്കും. നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സ് ഇട്ട് ഒരുത്ത് നിന്നാൽ അവനെ സംശയിക്കത്തില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ മനസ്സിൽ ഒരു കൺസെപ്ഷൻ ഉണ്ട്, ഇങ്ങനെയുള്ളവരാണ് മോഷണം നടത്തുന്നതെന്ന്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റീരിയോ ടൈപ്പ്. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് കൊണ്ടുവരാനും അത് ഇല്ലാതാക്കാനും മീഡിയയ്ക്ക് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഇങ്ങനൊരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ മനസ്സിൽ കൊണ്ട് തന്നത് തന്നെ ആരാണ്? മീഡിയകൾ തന്നെയാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെററിസ്റ്റ് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനത്തെ ഒരാളെ ചിന്തിക്കും? പറഞ്ഞേ, ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? ആ ചിന്ത നിങ്ങൾക്ക് എവിടുന്ന് വന്നു? നിങ്ങൾ സിനിമയും മറ്റതും കണ്ടിട്ടല്ലേ വന്നത്? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റീരിയോ ടൈപ്പ്. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കാനും മീഡിയയ്ക്ക് എന്ത് ചെയ്യും? സ്വാധീനിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ് കണ്ടോ? മെൻസ് ആർ ബ്രെഡ് വിന്നേഴ്സ് ആൻഡ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫാമിലി, ലോ ഇൻകം ഏണേഴ്സ് എന്ന് പറയുന്ന അൺഎഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ വെളുക്കാൻ വേണ്ടി ഫെയർനെസ് ക്രീം ഉപയോഗിക്കണം, വെളുത്തിട്ട് പാറണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് മോശമാണോ എന്നാണോ എൻ്റെ അർത്ഥം? എന്നാൽ ഇപ്പോൾ കറുപ്പ് മോശമെന്ന് വരുത്തുകയല്ലേ ചെയ്യുന്നത്? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റീരിയോ ടൈപ്പ്. സ്റ്റീരിയോ ടൈപ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ജനറലൈസ്ഡ് preconception. Stereotypes are simple generalized beliefs of ideas about individual based on race, gender, color, culture, etc. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, വേരിയസ് ഫോംസ് ഓഫ് മീഡിയ സച്ച് എസ് ഫിലിം, ന്യൂസ്, സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന സോഷ്യൽ ആറ്റിറ്റ്യൂഡുകളെ ഷേപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതാണ് സംഭവം. നെക്സ്റ്റ്, മീഡിയ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് പോയിന്റ്, നമ്മൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞു തന്നു. അതായത് നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്യാൻ, അതായത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ആയിക്കോട്ടെ, ഇൻഇക്വാലിറ്റി ആയിക്കോട്ടെ, മറ്റെന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. #, ക്യാമ്പയിനുകൾ, അവയർനെസ് ഡ്രൈവുകൾ, അതുപോലെ ഫണ്ട് റൈസറുകൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്കിവിടെ പ്രളയം വന്ന സമയത്ത്, അല്ലേ, നമുക്ക് ഈ പറയുന്ന പെട്ടെന്ന് തന്നെ സാധനങ്ങൾ ശേഖരിക്കാനും ആവശ്യക്കാരോട്ട് എത്തിക്കാനും എവിടേക്കാണ് പ്രശ്നം നടക്കുന്നതെന്ന് അറിയാനും ഒക്കെ നമ്മൾ ഈ പറയുന്ന മീഡിയകൾ ഒരുപാട് ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ, അല്ലേ, നമ്മൾ മോശമെന്ന് പറഞ്ഞിരുന്ന, അല്ലേ, ഏതെങ്കിലും സോഷ്യൽ മീഡിയയും ഇങ്ങനെ കളിച്ച് സമയം കളയുന്ന ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞിരുന്ന യുവാക്കളൊക്കെ എന്ത് ചെയ്തു? ശക്തരായിട്ട് മുന്നോട്ട് വന്ന് അവരുടെ സ്ട്രെങ്ത് കാണിച്ചു തന്നൊരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതും മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്, അല്ലേ? സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് ചേരാനും പെട്ടെന്ന് ഒത്തുകൂടാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റിയത്. അപ്പോൾ സോഷ്യൽ ഇൻ്റർവെൻഷൻസിന് മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർന്നു, ഇത്രയേ ഉള്ളൂ. മീഡിയ ആൻഡ് സോഷ്യൽ ഇൻവെൻഷൻ കണ്ടോ? മഴ വന്ന സമയത്തായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് പൊല്യൂഷൻ്റെ വിഷയങ്ങളായിക്കോട്ടെ, എന്ത് വേണോ ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ നമ്മൾ ഓരോ #കളും കൊണ്ട് വരുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ തീരുന്നു. ഇനി മീഡിയ ആൻഡ് ടെക്നോളജിയാണ്. അതെപ്പോൾ പഠിക്കാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.